ഇന്നത്തെ വീഡിയോയിൽ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള ഒരു മലബാർ ചിക്കൻ ബിരിയാണി കണ്ടാലോ. ഈ ഒരു ബിരിയാണിയിൽ നമ്മൾ അധികം മസാലപ്പൊടികളൊന്നും ഇടുന്നില്ല. അപ്പോൾ ഇതിന് എന്തൊക്കെ വേണമെന്നുള്ളത് നമുക്കൊന്ന് കാണാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് സവാളയും തക്കാളി 3 എണ്ണം വീതം നീളത്തിൽ അരിഞ്ഞത്, പിന്നെ ആവശ്യത്തിനുള്ള സ്പൈസസ്, പിന്നെ ഓയിലിൽ വറുത്തെടുത്ത 2 സവാള, ആ ഒരു ഓയിൽ തന്നെയാണ് നമ്മൾ അണ്ടിപ്പരിപ്പ് മുന്തിരിയും വറുത്തെടുത്തത്, പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ്, നെയ്യ്, അതുപോലെ തന്നെ ഇഞ്ചിയും പച്ചമുളകും വെളുത്തുള്ളിയും ചതച്ചത്, പിന്നെ ഒരു അരക്കപ്പ് തൈരും, അതിൻ്റെ ഒപ്പം തന്നെ അരിഞ്ഞു വെച്ച മല്ലിച്ചപ്പും പുതിനയും. പിന്നെ ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ചിക്കൻ നമ്മൾ ആദ്യം തന്നെ മസാല വരട്ടി വെച്ചിട്ടുണ്ടായിരുന്നു. മഞ്ഞൾപ്പൊടി, ഉപ്പും ചെറുനാരങ്ങയും കുരുമുളകും ഇട്ടിട്ട് ഒരു അരമണിക്കൂർ മുമ്പ് തന്നെ അത് സെറ്റാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. ഇനി ബിരിയാണി ചെമ്പ് ചൂടായി അതിൽ ആവശ്യത്തിനുള്ള നെയ്യ് ഒഴിച്ചിട്ട് അതൊന്ന് മെൽറ്റായി കഴിഞ്ഞാൽ അതിലേക്ക് ആവശ്യമുള്ള പട്ടയും ഗ്രാമ്പും ഏലക്കും ഇട്ട് കൊടുക്കുക. എന്നിട്ട് അതിലേക്ക് അരിഞ്ഞു വെച്ച സവാള ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് വഴറ്റിയെടുക്കുക. ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള സാധനങ്ങളൊക്കെ നമ്മൾ നേരത്തെ തന്നെ സെറ്റാക്കി വെച്ചാൽ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ ഒരു ബിരിയാണിയാണ്. തലേ ദിവസം തന്നെ സവാള വറുത്തിട്ട് എയർ കടക്കാത്തൊരു ഡപ്പയിലാക്കി വെക്കുക. അതുപോലെ ചിക്കൻ മസാല വരട്ടി ഫ്രിഡ്ജിലും വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് രാവിലെയൊക്കെ പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. പിന്നെ സവാള ഒന്ന് പെട്ടെന്ന് വഴറ്റി കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. സവാള ഒന്ന് പാകമായി വന്നു കഴിഞ്ഞാൽ അതിലേക്ക് നമ്മൾ നേരത്തെ പറഞ്ഞ ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളകിൻ്റെ പേസ്റ്റ് ഇട്ട് കൊടുക്കുക. ഇതിൽ പ്രത്യേകിച്ച് നമ്മൾ വേറെ എരിവിന് വേണ്ടി ഒന്നും ചേർക്കണമെന്നില്ല. ഈ ഒരു പച്ചമുളകും അതുപോലെ തന്നെ ചിക്കൻ മസാല പരട്ടുമ്പോൾ നമ്മൾ ഇട്ട് കൊടുക്കുന്ന കുരുമുളകാണ് ആകെ ഇതിൽ ഇടുന്ന ഒരു എരിവിന് വേണ്ടിയിട്ട് നമ്മൾ ഇടുന്നത്. അപ്പോൾ നിങ്ങളുടെ എരിവിനനുസരിച്ചിട്ട് പച്ചമുളക് ഇട്ട് കൊടുത്താൽ മതി. ഇനി ഇതിൻ്റെ ഒക്കെ പച്ചമണം മാറിക്കഴിഞ്ഞാൽ നമ്മൾ മസാല പരട്ടി വെച്ച ചിക്കൻ ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അങ്ങനെ അതൊക്കെ ഒന്ന് മിക്സ് ചെയ്ത് കഴിഞ്ഞ് അതിലേക്ക് നമ്മൾ അരക്കപ്പ് വെള്ളം ഒഴിച്ചിട്ട് ജസ്റ്റ് ഒന്ന് അടച്ചു വെച്ച് വേവിക്കുക. ചിക്കൻ ഒന്ന് വെന്ത് വരുന്ന സമയം കൊണ്ട് നമുക്ക് റൈസ് സെറ്റാക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ എത്ര കപ്പ് അരിയാണോ എടുക്കുന്നത് അതൊന്ന് ജസ്റ്റ് കഴുകിയിട്ട് മാറ്റി വെക്കുക. 1 കപ്പ് അരിക്ക് 2 കപ്പ് വെള്ളമായിട്ടാണ് എടുക്കേണ്ടത്. അപ്പോൾ അതിനാവശ്യമുള്ള വെള്ളം നമ്മൾ സെപ്പറേറ്റ് വേറെ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. ഇനി കടായി ചൂടായി കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഒഴിച്ചു കൊടുക്കുന്ന എണ്ണ നമ്മൾ നേരത്തെ സവാള വറുത്ത് വെച്ച എണ്ണയാണ്. അത് ആവശ്യത്തിന് ഒഴിച്ചിട്ട് അതിലേക്ക് പട്ട, ഗ്രാമ്പു, ഏലക്ക ഇട്ട് കൊടുക്കുക. എന്നിട്ട് അതിലേക്ക് നമ്മൾ നേരത്തെ കഴുകി വെച്ച് റൈസ് ഇട്ട് കൊടുക്കുക. റൈസ് ഇട്ട് കൊടുത്തതിൻ്റെ ശേഷം നമ്മൾ ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം ജസ്റ്റ് അതൊന്ന് മിക്സ് ചെയ്തെടുക്കാൻ. വർക്കൊന്നും ചെയ്യണ്ട, ജസ്റ്റ് ഒന്ന് ചൂടാക്കി എടുത്താൽ മതി. റൈസ് ചൂടായി കഴിഞ്ഞാൽ അതിലേക്ക് നമ്മൾ നേരത്തെ തിളപ്പിച്ച് വെച്ച വെള്ളം ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് അതൊന്ന് വേവാൻ വേണ്ടിയിട്ട് അടച്ച് വെക്കാം. ചിക്കൻ ഇപ്പോൾ ഒരു 10 മിനിറ്റോളം ആയിട്ടുണ്ട് വേവിക്കാൻ വെച്ചിട്ട്. ഇനി അതിലേക്ക് നേരത്തെ അരിഞ്ഞ് വെച്ചിട്ടുള്ള തക്കാളി ഒന്ന് ഇട്ട് കൊടുത്തിട്ട് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അതിൻ്റെ ഒപ്പം തന്നെ നമ്മൾ നേരത്തെ പറഞ്ഞ മല്ലിയില, പുതിന, പിന്നെ ഒരു അരക്കപ്പ് തൈര്, പിന്നെ നിങ്ങളുടെ ആവശ്യത്തിനുള്ള ഗരം മസാല ഇത്ര ഇട്ട് കൊടുത്തിട്ട് നന്നായി മിക്സ് ചെയ്തിട്ട് അടച്ചു വെക്കാം. ഈ ഒരു സമയം നിങ്ങൾക്ക് ഉപ്പൊന്ന് ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ കുറവുണ്ടെങ്കിൽ ഇട്ട് കൊടുത്താൽ മതി. അപ്പോഴേക്കും റൈസ് പകുതി വേവായിട്ടുണ്ടാവും. അപ്പോൾ അതിലേക്ക് ആവശ്യമുള്ള ഉപ്പിട്ട് കൊടുക്കുക. ഒന്ന് മിക്സ് ചെയ്തിട്ട് അടച്ചു വയ്ക്കുക. എന്നിട്ട് അതൊരു 3/4 ഭാഗം വെന്ത് കഴിഞ്ഞാൽ അത് തുറന്നിട്ട് ഒരു നാരങ്ങയുടെ നീരാണ് നമ്മളിവിടെ ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. അത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് വെള്ളം വറ്റാൻ വേണ്ടിയിട്ട് ഒരു 2 മിനിറ്റ് അടച്ചു വെച്ച് വേവിക്കുക. ചിക്കൻ അപ്പോഴേക്കും ഏകദേശം ഒന്ന് സെറ്റായിട്ട് വന്നിട്ടുണ്ട്. ഇനി അതിൽ നിന്ന് കുറച്ച് ഗ്രേവി നമ്മൾ മാറ്റി വെക്കുന്നുണ്ട്. ഇത് നമുക്ക് ദമ്മിടുമ്പോൾ ഒഴിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് റൈസിലേക്ക് ചിക്കൻ്റെ ഫ്ലേവർ നന്നായിട്ട് കിട്ടും. അപ്പോൾ അത് ആവശ്യത്തിന് എടുത്തിട്ട് മാറ്റി വെക്കുക. റൈസ് ഇപ്പോൾ ഇവിടെ ഏകദേശം സെറ്റായി വന്നിട്ടുണ്ട്. ഇപ്പോൾ കാണുമ്പോൾ നിങ്ങൾക്ക് നല്ല വെന്ത പോലെയൊക്കെ തോന്നും, പക്ഷേ ഇത് ദം ചെയ്ത് വരുമ്പോൾ കറക്റ്റായിട്ട് കിട്ടും. ഇനി നമുക്ക് ഇതിൻ്റെ ഫ്ലെയിം ഒന്ന് ഓഫ് ചെയ്ത് കൊടുക്കാം. ഈ ഒരു ടൈമിൽ നമ്മൾ ചിക്കനിലേക്ക് നമ്മൾ നേരത്തെ വറുത്ത് വെച്ച സവാള പകുതി ഇട്ട് കൊടുക്കുന്നുണ്ട്. അതൊന്ന് ഇട്ട് കൊടുത്ത് കഴിഞ്ഞാൽ ജസ്റ്റ് അതൊന്ന് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ചിക്കൻ ഇവിടെ സെറ്റായി. ഇനി നമുക്ക് ദം ചെയ്യേണ്ട പരിപാടിയാണുള്ളത്. അതിനുവേണ്ടി വേവിച്ച് വെച്ച റൈസിൽ നിന്ന് പകുതി എടുത്തിട്ട് നമ്മൾ ഈ ചിക്കൻ്റെ മേലേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് അതിൻ്റെ മേലെ നമ്മൾ നേരത്തെ മാറ്റി വെച്ചിട്ടുള്ള ഗ്രേവി ഒഴിച്ചു കൊടുക്കുക. പിന്നെ എല്ലാവരും ചെയ്യണ പോലെ കുറച്ച് അണ്ടിപ്പരിപ്പ്, മുന്തിരി ഇട്ട് കൊടുക്കുക, വറുത്ത സവാള കുറച്ചിട്ട് കൊടുക്കുക. ഈ ഒരു സ്റ്റെപ്പ് ഒരു വട്ടം കൂടി ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ദമ്മിടൽ പരിപാടി കഴിഞ്ഞു.
അപ്പോൾ ഈ ഒരു ബിരിയാണി നിങ്ങൾ എന്തായാലും ഉണ്ടാക്കി നോക്കണം. ആദ്യമായിട്ടൊക്കെ ബിരിയാണി ഉണ്ടാക്കി നോക്കുന്നവർക്ക് പറ്റിയൊരു റെസിപ്പിയാണ്. ഒരുപാട് മസാലപ്പൊടികളൊന്നും ചേർക്കണില്ല. അതുകൊണ്ട് കുറച്ച് കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ നമുക്ക് അടിപൊളിയായിട്ട് ഇത് സെറ്റാക്കി എടുക്കാം. പിന്നെ നേരത്തെ പറഞ്ഞ പോലെ ഇതിലേക്ക് ആവശ്യമുള്ള സാധനങ്ങളൊക്കെ നമ്മൾ തലേ ദിവസമൊക്കെ സെറ്റാക്കി വെക്കുകയാണെങ്കിൽ പിറ്റേ ദിവസം രാവിലെ എണീറ്റിട്ട് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയൊരു റെസിപ്പി കൂടിയാണ്. അപ്പോൾ നിങ്ങൾ ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യുക. അപ്പോൾ അത്രയുള്ള ഇന്നത്തെ വീഡിയോ. ഇപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എന്തായാലും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക.